2026 നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയം സമാനതകളില്ലാത്ത വൈകാരിക പ്രക്ഷോഭങ്ങൾക്കാണ് സാക്ഷ്യം വഹിക്കുന്നത്. കേരളത്തിൽ UDFന്റെ ഉജ്ജ്വല വിജയത്തിന് പിന്നാലെ VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യവും തമിഴ്നാട്ടിൽ തമിഴക വെട്രിക്കഴകം നേതാവ് വിജയെ ഭരണമേൽപ്പിക്കണമെന്ന ആവശ്യവും തെരുവുകളെ യുദ്ധക്കളമാക്കുകയാണ്. അധികാരത്തിന്റെ ചതുരംഗക്കളത്തിൽ നേതാക്കൾ കരുനീക്കുമ്പോൾ അണികൾ തങ്ങളുടെ പ്രിയ നേതാക്കൾക്കായി ജീവൻ പോലും പണയപ്പെടുത്തുന്ന കാഴ്ചയാണ് ഇന്ന് നാം കാണുന്നത്. ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിൽ അണികളുടെ വികാരം ഭരണകൂടങ്ങളെയും പാർട്ടി നേതൃത്വങ്ങളെയും വിറപ്പിക്കുന്ന ഒരു പുതിയ കാലഘട്ടത്തിനാണ് 2026 തുടക്കമിട്ടിരിക്കുന്നത്. കേരളത്തിൽ VD സതീശൻ എന്ന പോരാളിക്കായി അണികൾ ആത്മഹത്യാ ഭീഷണികൾ മുഴക്കുമ്പോൾ തമിഴ്നാട്ടിൽ വിജയ് എന്ന പുതിയ രാഷ്ട്രീയ ശക്തിക്കായി തമിഴ് മക്കൾ നിരാഹാരമിരിക്കുകയാണ്. 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ UDF നേടിയ 102 സീറ്റുകൾ ഒരു വിസ്മയമായിരുന്നു. 2021 കേവലം 41 സീറ്റുകളിൽ ഒതുങ്ങിയ ഒരു മുന്നണിയെ 5 വർഷം കൊണ്ട് ഭരണത്തിലേക്ക് നയിച്ചതിന് സിംഹഭാഗം അവകാശവാദവും VD സതീശൻ എന്ന നേതാവിനുള്ളതാണ്. എന്നാൽ വിജയത്തിന് പിന്നാലെ ആര് മുഖ്യമന്ത്രി എന്ന ചോദ്യം ഉയർന്നപ്പോൾ കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിലെ പഴയ പ്രേതങ്ങൾ ഉണർന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും ശക്തമായി രംഗത്തുള്ളതാണ് അണികളെ ചൊടിപ്പിക്കുന്നത്. കോട്ടയം പാമ്പാടിയിൽ നിന്നുള്ള കോൺഗ്രസ് ബ്ലോക്ക് മെമ്പർ സെബാസ്റ്റ്യൻ നടത്തിയ പ്രഖ്യാപനം കേരളത്തിലുടനീളമുള്ള സതീശൻ അനുകൂലികളുടെ വികാരമാണ്. സതീശനെ മുഖ്യമന്ത്രിയാക്കില്ലെങ്കിൽ ബ്ലോക്ക് മെമ്പർ സ്ഥാനം രാജിവെക്കും, മാത്രമല്ല ആത്മഹത്യ ചെയ്യും എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ കാട്ടുതീ പോലെ പടർന്നു. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ സതീശൻ വരണം, കേരളം നന്നാകണമെന്ന ബോർഡുകൾക്ക് താഴെ രക്തം കൊണ്ട് ഒപ്പിട്ട കത്തുകളുമായി യുവാക്കൾ അണിനിരക്കുകയാണ്. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ സതീശൻ നിയമസഭയിലും പുറത്തും നടത്തിയ പോരാട്ടങ്ങൾ കണ്ട ജനങ്ങൾ അദ്ദേഹത്തിന് അർഹമായ നീതി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഹൈക്കമാൻഡ് നിരീക്ഷകർക്ക് മുന്നിൽ സതീശൻ തന്റെ വാദങ്ങൾ വ്യക്തമായി അവതരിപ്പിച്ചു. പാർട്ടിയെ തകർച്ചയിൽ നിന്നും കരകയറ്റി 102 സീറ്റുകളിൽ എത്തിച്ചു. 100 സീറ്റുകൾ നേടുമെന്ന തന്റെ വെല്ലുവിളി നടപ്പിലാക്കി. പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കപ്പുറം പൊതുജനങ്ങൾക്കിടയിൽ തനിക്കുള്ള സ്വീകാര്യത. എന്നാൽ രമേശ് ചെന്നിത്തല തന്റെ അവസാന അവസരം എന്ന് പറഞ്ഞ് വൈകാരികമായി സമ്മർദ്ദം ചെലുത്തുമ്പോൾ ഹൈക്കമാൻഡ് പ്രതിസന്ധിയിലാവുകയാണ്. KC വേണുഗോപാലിന്റെ ഡൽഹി സ്വാധീനവും സതീശന്റെ വഴിയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. അണികളുടെ ഈ പരസ്യ പ്രതിഷേധം സതീശന് അനുകൂലമായ ഒരു തരംഗം ഹൈക്കമാൻഡിനുള്ളിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഇത് പാർട്ടിയുടെ അച്ചടക്കത്തെ ബാധിക്കുമോ എന്ന ആശങ്കയും നേതൃത്വത്തിനുണ്ട്. കേരളത്തിലെ തർക്കം പാർട്ടിക്കുള്ളിലാണെങ്കിലും തമിഴ്നാട്ടിൽ അത് ഗവർണറും ജനവിധി നേടിയ നേതാവും തമ്മിലുള്ള പോരാട്ടമാണ്. തമിഴക വെട്രിക്കഴകം എന്ന പാർട്ടി രൂപീകരിച്ച ആദ്യ തിരഞ്ഞെടുപ്പിൽ തന്നെ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി വിജയ് മാറി. എന്നാൽ സർക്കാർ രൂപീകരിക്കാൻ അദ്ദേഹത്തെ ക്ഷണിക്കാത്ത ഗവർണറുടെ നടപടി തമിഴ്നാടിനെ പ്രക്ഷുബ്ധമാക്കിയിരിക്കുകയാണ്. DMK AIADMK സഖ്യം രാഷ്ട്രീയ കുതന്ത്രങ്ങളിലൂടെ വിജയെ തടയാൻ ശ്രമിക്കുകയാണെന്ന് TVK അണികൾ വിശ്വസിക്കുന്നു. ഇതിനെതിരെ TVKയുടെ വനിതാ പ്രവർത്തകർ ചെന്നൈയിൽ ആരംഭിച്ച അനിശ്ചിതകാല നിരാഹാര സമരം ദക്ഷിണേന്ത്യയുടെ ശ്രദ്ധയാകർഷിച്ചു. ജനവിധി വിജയ്ക്കൊപ്പമാണ്. ഗവർണർ ജനാധിപത്യത്തെ മാനിക്കണമെന്നാണ് അവരുടെ ആവശ്യം. മധുര മുതൽ കോയമ്പത്തൂർ വരെയുള്ള വിജയ് ആരാധകർ ചെന്നൈയിലേക്ക് ഒഴുകുകയാണ്. ഗവർണറുടെ വസതിക്ക് മുന്നിൽ തടിച്ചുകൂടിയ വനിതാ നേതാക്കൾ പറയുന്നത് വിജയ് മുഖ്യമന്ത്രിയാകാതെ തങ്ങൾ ഒരു ഇഞ്ച് പിന്നോട്ടില്ലെന്നാണ്. സോഷ്യൽ മീഡിയയിൽ ഈ പ്രതിഷേധ ദൃശ്യങ്ങൾ വൈറലായതോടെ ഇത് കേവലം ഒരു പാർട്ടി സമരം എന്നതിനപ്പുറം ഒരു ജനകീയ മുന്നേറ്റമായി മാറി. വിജയുടെ രാഷ്ട്രീയ പ്രവേശനം തമിഴ്നാട്ടിലെ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ അന്ത്യമാണെന്ന് പലരും വിശ്വസിക്കുന്നു. അഴിമതിക്കും കുടുംബ ഭരണത്തിനുമെതിരെ വിജയ് ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ യുവാക്കൾക്കിടയിൽ വലിയ തരംഗമുണ്ടാക്കി. ഇപ്പോൾ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ടും അധികാരം നിഷേധിക്കപ്പെടുന്നത് തമിഴ് മക്കളുടെ അഭിമാന പ്രശ്നമായി മാറിയിരിക്കുകയാണ്. 2 സംസ്ഥാനങ്ങളിലും നടക്കുന്നത് ജനപ്രിയ നേതാക്കൾക്കായുള്ള അണികളുടെ രക്തസാക്ഷിത്വ സന്നദ്ധതയാണ്. ഇതിന് ചില പൊതു സ്വഭാവങ്ങളുമുണ്ട്. പരമ്പരാഗത രാഷ്ട്രീയ രീതികളോടുള്ള വിയോജിപ്പും പുതിയ മുഖങ്ങൾ ഭരണമേൽക്കണമെന്ന ആഗ്രഹവും. VD സതീശനും വിജയും തങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ജനമനസ്സുകളിൽ ഇടം പിടിച്ചവരാണ്. പാർട്ടി ഹൈക്കമാൻഡിനോ ഭരണഘടനാ സ്ഥാപനങ്ങൾക്കോ അപ്പുറം ജനവികാരം വലുതാണെന്ന പ്രഖ്യാപനം. കേരളത്തിൽ സതീശൻ മുന്നോട്ട് വെച്ച ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതികൾ ജനങ്ങളെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. സൗജന്യ യാത്രയും വർദ്ധിപ്പിച്ച പെൻഷനും ആരോഗ്യ ഇൻഷുറൻസും നടപ്പിലാക്കാൻ സതീശനെ പോലെ കർക്കശമുള്ള ഒരു ഭരണാധികാരി വേണമെന്ന് അണികൾ വിശ്വസിക്കുന്നു. ഈ വിശ്വാസമാണ് സെബാസ്റ്റ്യനെ പോലെയുള്ളവരെ ആത്മഹത്യാ ഭീഷണി മുഴക്കാൻ പ്രേരിപ്പിക്കുന്നത്. കേരളത്തിൽ ഹൈക്കമാൻഡ് തീരുമാനം നീളുന്നത് കോൺഗ്രസിന് തിരിച്ചടിയായേക്കാം. സതീശനെ അവഗണിച്ചാൽ അത് വലിയൊരു വിഭാഗം പ്രവർത്തകരുടെ നിസ്സഹരണത്തിനും വഴിവെക്കും. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ സതീശനെ പിന്തുണയ്ക്കുമ്പോൾ ഗ്രൂപ്പ് താൽപര്യങ്ങൾക്കായി ഹൈക്കമാൻഡ് വഴങ്ങിയാൽ അത് ഭരണകൂടത്തിൽ തന്നെ വലിയ വിള്ളലുകൾ ഉണ്ടാക്കുമെന്നതിലും സംശയമില്ല. തമിഴ്നാട്ടിൽ ഗവർണറുടെ നിലപാട് ജനാധിപത്യ വിരുദ്ധമാണെന്ന വാദവും ശക്തമാണ്. വിജയെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിച്ചില്ലെങ്കിൽ തമിഴ്നാട് വരും ദിവസങ്ങളിൽ സ്തംഭിക്കാനാണ് സാധ്യത. DMK സഖ്യം ഈ സാഹചര്യത്തെ എങ്ങനെ നേരിടുമെന്നതും കണ്ടറിയണം. ഈ പോരാട്ടങ്ങൾ ഇത്രത്തോളം ശക്തമാകാൻ സോഷ്യൽ മീഡിയ വഹിച്ച പങ്കും വളരെ വലുതാണ്.
സെബാസ്റ്റ്യന്റെ വീഡിയോയും ചെന്നൈയിലെ നിരാഹാര സമരത്തിന്റെ ദൃശ്യങ്ങളും നിമിഷങ്ങൾക്കുള്ളിലാണ് ദശലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തിയത്. ഓരോ അണിയും ഇന്നൊരു റിപ്പോർട്ടറാണ്. വാർത്തകൾ തത്സമയം ജനങ്ങളിലേക്ക് എത്തുന്നതിനാൽ നേതാക്കൾക്ക് അടച്ചിട്ട മുറിയിൽ മാത്രം തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കാത്ത അവസ്ഥയായിരിക്കുന്നു. വി.ഡി. സതീശന്റെ IT സെല്ലും വിജയുടെ സോഷ്യൽ മീഡിയ വിങ്ങും ഈ പ്രതിഷേധങ്ങളെ കൃത്യമായി ഏകോപിപ്പിക്കുന്നുണ്ട്. ഇത് നേതൃത്വത്തിന് മേൽ സമ്മർദ്ദം ചെലുത്താനുള്ള ഒരു തന്ത്രം കൂടിയാണ്. വി.ഡി. സതീശനും വിജയും ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിലെ പുതിയ കരുത്തരായ നേതാക്കളാണ്. അവർക്കായി അണികൾ തെരുവിലിറങ്ങുന്നത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യമായും അതേസമയം ആശങ്കയായും കാണാം. കേരളത്തിൽ 102 സീറ്റുകളുടെ ഭൂരിപക്ഷത്തിൽ ഒരു മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ വൈകുന്നത് UDFന് ഗുണകരമല്ല. സതീശൻ മുഖ്യമന്ത്രിയാകുന്നത് ജനവിധിക്ക് നൽകുന്ന ആദരമായിരിക്കും. തമിഴ്നാട്ടിൽ വിജയെ ഭരണമേൽപ്പിക്കുന്നത് ഒരു പുതിയ രാഷ്ട്രീയ പരീക്ഷണത്തിന് തുടക്കമിടും. രണ്ടിടത്തും അണികളുടെ ക്ഷമ നശിക്കുകയാണ്. ആത്മഹത്യാ ഭീഷണികളും നിരാഹാര സമരങ്ങളും അവസാനിക്കണമെങ്കിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന നേതാക്കൾ ഭരണസിംഹാസനത്തിൽ എത്തേണ്ടതുണ്ട്. വരും ദിവസങ്ങൾ ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ചരിത്ര താളുകളിൽ സുവർണ്ണ അക്ഷരങ്ങളാൽ എഴുതപ്പെടുമെന്നതിൽ സംശയമില്ല.